തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ഇരിണാവ് ഹിന്ദു LP സ്കൂളിൽ CPM നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ PP ദിവ്യ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് പ്രതികരണത്തിലേക്ക് പോകാം. അപ്പോൾ ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം എന്താണ് പറയാനുള്ളത്? ഈ പ്രാവശ്യത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പില് കൂടുതൽ വിജയം ഇടതുപക്ഷത്തിന് ലഭിക്കുന്നുള്ളതാണ്. അത്രയേറെ ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിച്ചത് ജനങ്ങളോട്. അത് മാത്രമല്ല, ഈ കഴിഞ്ഞൊരു 9 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ തുടർച്ചയായിട്ടാണ് ആദ്യമായിട്ട് ഇടതുപക്ഷം ഭരിക്കുന്നത്. അപ്പം അങ്ങനെ വന്നപ്പോൾ ഈ സർക്കാരിൻ്റെ കരുതൽ ലഭിക്കാത്ത ഒരു വീടുകളും കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഒരു സർക്കാർ എങ്ങനെയായിരിക്കണം എന്ന് ജനങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. ഈ സർക്കാർ മാത്രമല്ല, ഇപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇത്രയധികം മികവാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച മറ്റൊരു കാലഘട്ടം ഉണ്ടാവില്ല. ഇപ്പം നമുക്കറിയാലോ, മാലിന്യ സംസ്കരണം, അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ വിഷയങ്ങളിൽ അതിദാരിദ്ര്യമുക്തമായിട്ടുള്ളൊരു സംസ്ഥാനം, അങ്ങനെ ഓരോ ജനങ്ങളുടെ ഓരോ വീടുകളിലേക്കും ഈ സർക്കാരിൻ്റെ സന്ദേശം എത്തിയതാണ്. അതുകൊണ്ട് എന്തായാലും നല്ല വിജയം ഇപ്രാവശ്യം തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് ലഭിക്കും. ആ പ്രതീക്ഷ തന്നെയാണ് എല്ലാവരും ഉള്ളത്. അതുപോലെ തന്നെ ഇത്തവണ വലിയൊരു വനിതാ പ്രാതിനിധ്യം നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്, സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലായാലും അല്ലെ? അതിൽ നേരത്തെ 50% സംവരണം, പിന്നീട് 50% സംവരണം വന്ന് പിന്നീട് 52% സ്ത്രീകൾ മാറി. ഇപ്പോൾ നോക്കുമ്പോൾ ഏതാണ്ട് 55% സ്ത്രീകൾ. ഇപ്പം നേരത്തെ റിസർവേഷൻ സീറ്റിൽ മാത്രമായിരുന്നു സ്ത്രീകൾ മത്സരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ റിസർവേഷൻ സീറ്റിൽ മാത്രമല്ല, ജനറൽ സീറ്റിൽ സ്ത്രീകളെ മത്സരിപ്പിക്കാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ സന്നദ്ധമായിട്ട് വന്നു. അതിൽ ഇടതുപക്ഷം വളരെ മാതൃകാപരമായ രീതിയിലാണ് ഈ കാര്യം കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 50 അല്ല, 55, 60% വരെ ഒരുപക്ഷെ സ്ത്രീകൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ അവരുടെ വിജയിച്ച് വന്നേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ PP ദിവ്യ എന്ന് പറയുന്ന വ്യക്തി രാഷ്ട്രീയപരമായും അല്ലാതെയും പല വിഷയങ്ങൾ ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. അതിപ്പോ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമാണെങ്കിലും, ഇപ്പോൾ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിധി വന്നപ്പോഴാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ വലിയൊരു പോസ്റ്റ് ഇടുകയും അതിന് വലിയൊരു പ്രതികരണം തന്നെ ലഭിക്കുകയുണ്ടായി. അപ്പൊ ആ വിഷയത്തിലൊക്കെ എന്താണ് പറയാനുള്ളത്? നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് സോഷ്യൽ മീഡിയ മാറിയിട്ടുണ്ട്. അതിൽ നമ്മുടെ പ്രതികരണങ്ങളാവാം, നമ്മുടെ നിലപാടുകളാകാം, അതെല്ലാം നമുക്ക് സെക്കൻഡുകൾക്കകം അത് ജനങ്ങളെ അറിയിക്കാൻ, ആളുകളെ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മാധ്യമമായി മാറിയിട്ടുണ്ട്. വളരെയധികം പ്രാധാന്യത്തിനകത്തുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി നമുക്കറിയാം, പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരായിട്ടുള്ള പല വിഷയങ്ങളും വരുമ്പോൾ അതിനകത്ത് സോഷ്യൽ മീഡിയയിൽ വളരെ മോശം രീതിയിലുള്ള കമൻറ്റുകൾ കൂടുതൽ വരുന്നുണ്ട്. ന്യായമാരുടെ പക്ഷത്താണെന്നുള്ളതല്ല, മറിച്ച് അതിനപ്പുറത്തേക്ക് സ്ത്രീയാണെങ്കിൽ അവർക്കെതിരെ മോശം ഭാഷ ഉപയോഗിച്ചുകൊണ്ടൊക്കെ പ്രതികരിക്കുക. ഈ തെരഞ്ഞെടുപ്പ് തന്നെ നമ്മൾ കണ്ടില്ല, ഒരു സ്ഥാനാർത്ഥിയെ സ്വന്തം മകൻ തോളിലേറ്റിക്കൊണ്ട് ഒരു പ്രകടനം നടത്തുന്ന സമയത്ത് ആ അമ്മയെയും മകനെയും മോശമാക്കിക്കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരണം വരുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ പോലെയുള്ള ആളുകളൊക്കെ, നമ്മളൊരു യുവ നേതൃത്വം, ഒരു രാഷ്ട്രീയ നേതൃത്വം എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയായിരിക്കണം എന്നുള്ളത്, അങ്ങനെയാവരുത് എന്നാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു അനുഭവം വന്നപ്പോൾ നമ്മളെല്ലാം കണ്ടിരിക്കുന്നത്. കാരണം പെൺകുട്ടികളോടൊക്കെ വളരെ മോശമായി പെരുമാറുന്നവർ, അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ആളുകളുണ്ട്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ അതൊക്കെ പ്രതിഫലിക്കും. കാരണം ഈ സ്ത്രീ ലമ്പടന്മാരെ കൂട്ടുപിടിച്ച് നടക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു മറുപടി കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് നമ്മളെല്ലാം കാണുന്നത്. അതുപോലെ തന്നെ ഈ നടി ആക്രമിക്കപ്പെട്ട കേസിൽ അതിൽ ഇരയോടൊപ്പമാണെന്ന് വ്യക്തമായ നിലപാട് PP ദിവ്യ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ വിധിയെ കുറിച്ച് എന്താണ് പറയുന്നത്? അതില് നമുക്കറിയാലോ, അതായത് നമ്മളെപ്പോഴും ആരാണോ ഇരയാക്കപ്പെടുന്നത്, സ്ത്രീ എന്ന പുരുഷൻ എന്നൊന്നുമില്ല, ജെൻഡർ അല്ല അവിടെ പ്രാധാന്യം. ഇരയാക്കപ്പെടുന്നത് ആരാണോ അവരോടൊപ്പം നമ്മളുണ്ട്. ഇപ്പൊ കഴിഞ്ഞൊരു 9 വർഷമായിട്ട് കേരളം ഞെട്ടിച്ചൊരു ഒരു ബലാത്സംഗം, കൊട്ടേഷൻ കൊടുക്കണം ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അത് സംബന്ധിച്ച വിധി നിരാശാജനകമാണ്. അപ്പോൾ ആ നിരാശാജനകമാണ്. കൂടുതൽ അപ്പീൽ പോകാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും നമ്മൾ ആ പെൺകുട്ടിയോടൊപ്പം തന്നെയാണ്. അതാരായാലും ഇരകളാക്കപ്പെടുന്നവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യപക്ഷത്ത് നിന്ന് സംസാരിക്കുന്നവർക്ക് സാധിക്കും. അപ്പൊ വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷമുള്ള PP ദിവ്യയുടെ പ്രതികരണമാണ് കണ്ടത്. നികേഷ് താവത്തിനോടൊപ്പം ഷാരിമ രാജൻ, കണ്ണൂർ.